ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് നമ്മൾ നോക്കുന്നത് 4th സ്റ്റാൻഡേർഡിലെ ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ആക്ടിവിറ്റി 1 എന്താ നോക്കിയാലോ. ലെറ്റ്സ് സീ ദ ടൈം. നമുക്ക് ടൈം നോക്കാമല്ലേ. മാച്ച് ദ ഫോളോയിങ് ആണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. പിന്നെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, മാച്ച് ദ ഫോളോയിങ് നോക്കാം. ഫസ്റ്റ് ക്ലോക്കുകൾ കാണാനുണ്ട് അല്ലേ. 4 ക്ലോക്കുകൾ നൽകിയിട്ടുണ്ട്. അവരെ ടൈം കാണാനുണ്ടല്ലോ കൂട്ടുകാർക്ക്. ഓക്കെ, ഇനി ഓപ്പോസിറ്റ് സൈഡിൽ ടൈം ഒരു ബോക്സിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യോജിപ്പിക്കാനാണല്ലേ. മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്ലോക്കിലെ ടൈം എത്രയാണ് നമുക്ക് നോക്കാം. എത്രയാണ് ഫസ്റ്റ് ക്ലോക്കിലെ ടൈം എന്ന് പറയുന്നത്? യെസ്, 12 hours. ദെൻ 12 hours 55 minutes ആണ് അല്ലേ. ഇവിടെ നോക്കൂ, 11 നേരെയല്ലേ. അപ്പം 55 minutes ആണ് വരിക. 11 നേരെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 55 ആയി ഇല്ലേ. 55 minutes. ദെൻ എത്രയായിരിക്കും? 6 നേരെയാണ് അല്ലേ. സെക്കൻഡ് സൂചി എവിടെയാണ്? 6 നേരെയാണ്. അപ്പോൾ 30 seconds ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് 12 hours 55 minutes 30 seconds നമ്മൾ കണ്ടെത്തിയല്ലോ ഈ ബോക്സിൽ. ഓക്കെ, അത് നെക്സ്റ്റ് ക്ലോക്കിൽ നോക്കാം നമുക്ക്. നെക്സ്റ്റ് നോക്കൂ 6 നേരെയാണ് അല്ലേ ഹവേഴ്സ്. യെസ്, 6 hours. ദെൻ മിനിറ്റ്സ് സൂചി എവിടെയാണ്? യെസ്, 5 minutes. 1 നേരെയല്ല, അപ്പോൾ 5 അല്ലേ വരിക. ദെൻ 18 seconds അല്ല, അതായത് 5, 10, 15, ദെൻ 16, 17, 18. ഓക്കെ, അപ്പോൾ 18 seconds ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതും കിട്ടിയല്ലേ. ഇനി നെക്സ്റ്റ് ക്ലോക്കിൽ നോക്കാം. എത്രയായിരിക്കും? 3 hours. ദെൻ 6 കഴിഞ്ഞിട്ടാണല്ലേ. അപ്പോൾ 30. 6 എത്തുമ്പോൾ 30 ആയി. പിന്നെ പോയിന്റ് ഇതാ 1, 2. അപ്പോൾ ഒരു 32 അല്ലേ. 3 hours 32 minutes. ദെൻ എത്ര സെക്കൻഡ്സ് ആയിരിക്കും? യെസ്, 54 അല്ലേ. അതായത് 10 ആകുമ്പോൾ 50 ആയി. ദെൻ ഒരു 4, 54 seconds ആണ്. അപ്പോൾ 3 hours 32 minutes 54 seconds. ദെൻ നെക്സ്റ്റ് ഏതായിരിക്കും? യെസ്, 9 hours 4 നേരെയാണ്. അപ്പോൾ 20 minutes അല്ലേ. 20 minutes. ദെൻ 8 seconds അല്ലേ. ഇവിടെ 5 ഒന്നിലെത്തുമ്പോൾ 5 ആയില്ലേ. ദെൻ 6, 7, 8 3 കുത്തല്ലേ. അത് 8 seconds. 9 hours 20 minutes 8 seconds. എളുപ്പമല്ലേ ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണല്ലോ. അതായത് ഇവിടെ ഒരു ക്ലോക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ക്ലോക്ക് നോക്കിയിട്ട് ടൈം എഴുതണം. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, മണിക്കൂർ സൂചി എവിടെയാണ്? യെസ്, 5 4 ഇടയ്ക്കാണല്ലോ. അപ്പോൾ 4 hours ആണല്ലേ. 4 hours. ഓക്കെ, 4 hours. ദെൻ എത്ര മിനിറ്റ്സ് ഉണ്ടാവും നോക്കൂ. എത്ര മിനിറ്റ്സ് ആണ്? 30, ദെൻ 35 അല്ലേ. അപ്പോൾ 35, 36, 37 അല്ലേ വരിക. 30 ഇതിന് നേരെയല്ലേ. അപ്പോൾ 37 minutes. 37 minutes. ദെൻ എത്ര സെക്കൻഡ്സ് ഉണ്ടാവും? യെസ്, 5, 6, 7, 8. അപ്പോൾ 8 seconds അല്ലേ. ഓക്കെ, അപ്പോൾ 4 hours 37 minutes 8 seconds ആണല്ലേ കിട്ടിയിട്ടുള്ളത് ടൈം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ എഴുതി കൊടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? വൃത്തിയായിട്ട് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദ ഫസ്റ്റ് ഫ്രൈഡേ ഓഫ് ജാനുവരി ഈസ് on 2nd among the following which day will be the Republic Day? Put a tick mark against the correct one. January 2nd അല്ലേ. ഫസ്റ്റ് ഫ്രൈഡേ ഓഫ് ജാനുവരി ഈസ് ഓൺ 2nd. അപ്പം ജാനുവരിയിലെ 2nd, അതായത് 2ാം തീയതി എന്താണ്? ഫസ്റ്റ് ഫ്രൈഡേ ആണ്. എമംഗ് ദ ഫോളോയിങ് വിച്ച് ഡേ വിൽ ബി ദ റിപ്പബ്ലിക് ഡേ? അപ്പോൾ റിപ്പബ്ലിക് ഡേ എന്നാവും എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റിപ്പബ്ലിക് ഡേ എന്നാ കൂട്ടുകാരെ? ജനുവരി 26 അല്ലേ. എന്നാണ് ജനുവരി 26 റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ജനുവരി 2 എന്താഴ്ചയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഫ്രൈഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഫ്രൈഡേ 2 ആയല്ലേ. ദെൻ നെക്സ്റ്റ് ഫ്രൈഡേ ഏതായിരിക്കും? യെസ്, അറിയാം നമുക്ക്. നെക്സ്റ്റ് ഫ്രൈഡേ എന്ന് പറയുന്നത് യെസ് 9 ആയിരിക്കും അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റോ? യെസ്, 9 ആയിരിക്കും. ദെൻ 9 + 7 16. ദെൻ 16 + 7 23 കിട്ടും അല്ലേ. അപ്പോൾ 23 വരെ കിട്ടിയല്ലോ. 23 എന്താണ്? ഫ്രൈഡേ ആണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. 24 എത്രയായി? സാറ്റർഡേ ആയി. ദെൻ 25 സൺഡേ. ദെൻ 26 മൺഡേ അല്ലേ. അപ്പോൾ 26 എന്താണ്? മൺഡേ ആണ്. അപ്പോൾ 26 എന്താണ് വരിക? മൺഡേ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയല്ലോ. ഇനി ഓപ്ഷൻ സൺഡേ, സാറ്റർഡേ, മൺഡേ, ട്യൂസ്ഡേ. ആൻസർ എത്രയാണ്? ആൻസർ ഏത് ദിവസമാണ്? മൺഡേ. ഓക്കെ, ആൻസർ
മൺഡേ. ആൻസർ ഓപ്ഷൻ സി ആണ്. ടിക്ക് മാർക്ക് ഇവിടെ ടിക്ക് മാർക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ ബോക്സിൽ തന്നെ ടിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, യെസ്, ഇങ്ങനെ ടിക്ക് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 നോക്കാം. ക്രിസ്മസ് ഷോപ്പിംഗ് ആണല്ലേ. ജോസഫ്സ് ഫാദർ ഹാസ് 7,500 rupees to buy clothes for Christmas. The list of items to buy is. ജോസഫിന്റെ അച്ഛൻ എന്താണ് 7,500 രൂപ ക്രിസ്മസിന് ക്ലോത്ത്സ് വാങ്ങാൻ വേണ്ടിയിട്ടുണ്ട് അല്ലേ. ദ ലിസ്റ്റ് ഓഫ് ഐറ്റം ടു ബൈ ഈസ്. അദ്ദേഹം വാങ്ങാൻ പോകുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കസവുമുണ്ട് എത്ര രൂപയാണ് 1,500 rupees അല്ലേ, അതായത് 1,500 രൂപയാണ്. ഷർട്ടിന് എത്ര രൂപയാണ് കൂട്ടുകാരെ 850 രൂപയുമാണ് അല്ലേ. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ് വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് 2 കസവുമുണ്ട്. 2 കസവുമുണ്ടിന്റെ വില എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. 2 കസവുമുണ്ടിന്റെ വില കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യെസ് 1,500 പ്ലസ് 1,500 ചെയ്യാം. നമുക്ക് എത്ര കിട്ടും? യെസ് 0 0 then 10 യെസ് 3,000 കിട്ടും അല്ലേ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കൂട്ടാൻ അറിയാവുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്താണ്, യെസ് നമുക്ക് മനസ്സിലാക്കാൻ 3,000 ആണെന്ന്. ഇനിയിപ്പം ഗുണിച്ചിട്ട് നമുക്കിത് കണ്ടെത്താം അല്ലെ. എങ്ങനെയാണ് ഗുണിച്ചിട്ട് ആൻസർ കണ്ടെത്തുക? മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കണ്ടെത്താമല്ലോ. എങ്ങനെയാണ്? യെസ്, നമുക്ക് നോക്കാം. 15 into 2 എന്ന് ചെയ്താൽ മതി. 2 into 5 and then 1 into 2 30 കിട്ടും അല്ലേ. ദെൻ സീറോസും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 2 സീറോ ഇല്ല, അതും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. എങ്കിൽ എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഗുണനം അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഗുണിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ 15 into 2 എത്രയാണ് 30 കിട്ടും. അപ്പോൾ സീറോസും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ 3,000 എന്ന് കിട്ടും അല്ലേ. 3,000 rupees. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യെസ് ഇതും അറിയാത്ത കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യണം, 1,500 into 2 0 into 0 0 into 0 then 2 into 5 10 1 balance 1 into 2 3,000. ഇങ്ങനെയും എഴുതാം. അല്ലെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, 15നെ 2 കൊണ്ട് ഗുണിക്കുക അല്ലെങ്കിൽ 15 2 വട്ടം കൂട്ടുക. എങ്ങനെ വേണമെങ്കിലും എഴുതാം അല്ലേ. അപ്പം നിങ്ങൾക്ക് എളുപ്പം ഏതാണോ തോന്നുന്നത് ആ രീതിയിൽ ഉത്തരം കണ്ടെത്തുക. ഓക്കെ ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് 5 ഷർട്ട്സ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. 5 ഷർട്ടുകളുടെ ആകെ വില എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഷർട്ടിന്റെ വില നമുക്കറിയാലോ. എത്രയായിരുന്നു കൂട്ടുകാരെ? യെസ് 850 രൂപയാണല്ലോ. അങ്ങനത്തെ 5 ഷർട്ട്സ് വാങ്ങിച്ചാൽ ആകെ എത്ര രൂപയാകുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ടു ബൈ 2 കസവുമുണ്ട് നമുക്ക് എങ്ങനെ കണ്ടെത്താം? യെസ് 1,000 ടോട്ടൽ കോസ്റ്റ് ടു ബൈ 5 ഷർട്ട്സ് ആണല്ലേ ഈ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടെത്താം? യെസ് 850 into 5 കണ്ടെത്തിയാൽ മതി അല്ലേ. 850 into 5 ഇത് നമുക്ക് കണ്ടെത്താം. 850 into 5 അല്ലേ. 0 then 25 2 then 42 എന്ന് കിട്ടും അല്ലേ. 8 into 5 40 പിന്നെ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 42. അങ്ങനെ 4,250 എന്ന് നമുക്ക് ആൻസർ കിട്ടിയല്ലേ. 4,250 4,250 രൂപയാണല്ലേ. ഓക്കെ, ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി കൊടുത്തിരിക്കുന്നു നോക്കൂ. Yes. Will 7,500 rupees enough to buy all the items? How much money will he get back? 7,500 രൂപ ഉണ്ടായ ഈ സാധനങ്ങളൊക്കെ കൂടി വാങ്ങാൻ സാധിക്കുമോ എന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. ദെൻ ഹൗ മച്ച് മണി വിൽ ഹി ഗെറ്റ് ബാക്ക്? എത്ര രൂപ തിരിച്ചു കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ കൂട്ടുകാരെ നമുക്ക് അതിന് ആദ്യം എന്ത് കണ്ടെത്തണം? ടോട്ടൽ കോസ്റ്റ് കണ്ടെത്തണ്ടേ. 7,500 രൂപ കൊടുത്താൽ എത്ര രൂപ ബാക്കി കിട്ടുന്ന അറിയണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ കോസ്റ്റ് കണ്ടെത്തണം അല്ലേ. ടോട്ടൽ കോസ്റ്റ് എത്രയായിരിക്കും? യെസ് ഫസ്റ്റ് നമുക്ക് ഒരു കസവുമുണ്ട് നോക്കൂ. 2 കസവുമുണ്ടിന്റെ വില എന്ന് പറയുന്നത് എത്രയായിരുന്നു? 3,000 രൂപ കിട്ടി. ദെൻ 5 ഷർട്ട്സിന്റെ വില 4,250 രൂപയും കിട്ടിയില്ല. അപ്പൊ ഇവ രണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് നോക്കാം. യെസ് 3,000 പ്ലസ് 4,250 അല്ലേ.
0, 5, 2, 7. 7,250 എന്ന് കിട്ടും അല്ലേ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഹൗ മച്ച് മണി വിൽ ഹി ഗെറ്റ് ബാക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര രൂപ തിരിച്ച് കിട്ടുമെന്ന് കണ്ടെത്തണം അല്ലേ. അപ്പോൾ നമുക്ക് അതിന് എന്ത് ചെയ്യാം? 7,500 മൈനസ് 7,250 അല്ലേ. അപ്പോൾ 0, then 5, then 5, 5, then 4 minus 2, 250 ആൻസർ കിട്ടും അല്ലേ. 250 ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ആൻസർ എത്രയാണ്? യെസ്, ഹൗ മച്ച് മണി വിൽ ഹി ഗെറ്റ് ബാക്ക്? 250 റുപ്പീസ് അല്ലേ. 250 രൂപ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 3 നമ്പർ പാറ്റേൺ ആണ് അല്ലേ. കംപ്ലീറ്റ് ദ പാറ്റേൺ. നോക്കൂ, ഫസ്റ്റ് 2,140, then 3,240, 4,340. എളുപ്പല്ലേ. ഇനി നെക്സ്റ്റ് നമ്പർ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, 5,000, 5, 5. ഓക്കെ, എഴുതാം 5,440 അല്ലേ. നെക്സ്റ്റോ 6,540. okay, then 3,452, 3,852. ഇവിടെ നോക്കൂ, എത്രയാണ് ആഡ് ചെയ്ത് വരുന്നത് മനസ്സിലായല്ലോ. 3,400, പിന്നെ 3,800, then 4,200 ആയല്ലേ. അപ്പൊ നെക്സ്റ്റ് നമ്പർ ഏതായിരിക്കും? യെസ്, 4,600 ആയിരിക്കും അല്ലേ. 4,652. നെക്സ്റ്റ് നമ്പർ എഴുതാം. അടുത്തത് ഏതായിരിക്കും? യെസ്, ദെൻ 5,000 അല്ലേ. 5,052. അപ്പോൾ ഇതുപോലെ കിട്ടുമല്ലോ. ഓക്കെ, ദെൻ ഫൈൻഡ് ദ സം എന്നുള്ളതാണ് അല്ലേ. ഫൈൻഡ് സം കണ്ടെത്താനാണ്. ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? യെസ്, കൂട്ടുകാരെ എന്ത് ചെയ്താൽ അത് കൂട്ടി നോക്കുക. ഓക്കെ, ഇതിൽ നമുക്ക് ആൻസർ കിട്ടുക. നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം അല്ലേ. 9 ഉം 2 ഉം 11, then 6 ഉം 3 ഉം 9, 1 ഉം 10, then 1, 5 plus 4 9, 9 plus 1 10, then balance 1, 8 plus 1 9, then 10. ഇതെല്ലാം ആൻസർ കിട്ടുന്നത്. ഇത് നെക്സ്റ്റ് നോക്കാം. 5 plus 4 9, 4 plus 3 8, then 3 plus 2 5, 7 to 9. Yes. Yes, 5 plus 4, sorry, 5 plus 4, yes, നമുക്ക് തെറ്റിയല്ലേ. 5 plus 4 9, 4 plus 3 7, 3 plus 2 5, then 7 plus 2 എത്രയാണ് കിട്ടുക? 9 അല്ലേ. 9,579 എന്ന ആൻസർ കിട്ടും. ഇവിടെ എഴുതുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഓക്കെ, then 0, then 5 plus 5 10, 1 ബാലൻസ് വരും, then 8 plus 6 അല്ലേ. എത്രയായിരിക്കും? 14, then 14 plus 1 15 കിട്ടും അല്ലേ. 15. ഓക്കെ, യെസ്, 15. നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടെത്തുക. ഓക്കെ, 8 plus 6 എന്താണ്? 14, 14 plus 1 15 എന്ന് കിട്ടും. ദെൻ ലാസ്റ്റ് 6,500 ആണല്ലേ കിട്ടുന്നത്. 6,500 എന്ന ആൻസർ കിട്ടും. ദെൻ ഇത് എത്രയാണ് ആൻസർ കിട്ടുന്നത്? 7,200 ആൻഡ് 7,275 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ആൻസർ പറയാം. 8,432 പ്ലസ് 1,569 അല്ലേ. ഉത്തരം കിട്ടിയല്ലോ. ദെൻ 2,345 പ്ലസ് 7,234 9,579 എന്ന ആൻസർ കിട്ടിയല്ലേ. ദെൻ 2,850 പ്ലസ് 3,650 നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? 6,500 എന്ന് കിട്ടി. ദെൻ 1,875 പ്ലസ് 5,400 7,275. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മാർക്ക് ടിക്ക് അഗെയിൻസ്റ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ദ നമ്പർ ഗോട്ട് ബൈ ആഡിങ് ദ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ആൻഡ് ദ സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? ദ നമ്പർ ഗോട്ട് ബൈ ആഡിങ് ദ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ. ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഏതാ കൂട്ടുകാരെ? ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഏതാണ്? ഓക്കെ കൂട്ടുകാരെ, അപ്പൊ നമുക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ അല്ലെ. ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പറും സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പറും ആഡ് ചെയ്തതുമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആഡ് ചെയ്തിട്ടുള്ള നമ്പർ എത്രയാണ് നമ്മൾ കണ്ടെത്തണം അല്ലേ? അപ്പൊ നമുക്കറിയാം ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഏതാ കൂട്ടുകാരെ? യെസ്, 9999. ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ അല്ലേ? 9999 അല്ലേ? ദെൻ ആൻഡ് സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? യെസ് 10,000 അല്ലേ? ഓക്കെ, നോക്കൂ. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവ രണ്ടും കൂടി ആഡ് ചെയ്യല്ലേ. അപ്പൊ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 19,999 എന്ന് കിട്ടും അല്ലേ? 19,000 അല്ലേ? 19,999 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ ആൻസർ എത്രയാണ്? 19,999. ഇനി ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് നൽകിയിട്ടുണ്ട്. ഈ നമ്പറിനെ ബേസ് ചെയ്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താ കൊടുത്തിട്ടുള്ളത്? 1000 more than 10,000, then 1 more than 20,000, 1 less than 20,000, then 1,000 less than 10,000. അപ്പൊ ഇതിൽ ഏതായിരിക്കും നമ്മൾ നൽകിയിട്ടുള്ള ആൻസറുമായിട്ട് ഇപ്പൊ യോജിച്ചിട്ടുള്ളത്? 1 less than 20,000 അല്ലേ? 1 less than 20,000 എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, 19,999 അല്ലേ? അതായത് 20,000 ഒന്ന് കുറവ്. അപ്പൊ ഏതായിരിക്കും നമ്പർ? യെസ്, 19,999 അല്ലേ? അപ്പൊ നമ്മുടെ ഉത്തരം കിട്ടിയല്ലോ. യെസ്, അപ്പൊ ഇതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ടിക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ്സ് മൾട്ടിപ്ലൈ. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഈസ് നോട്ട് എ മൾട്ടിപ്ലൈ ഓഫ് 5? മാർക്ക് ടിക്ക് അഗെയിൻസ്റ്റ് ദ കറക്റ്റ് ആൻസർ. എളുപ്പമല്ലേ? 5ന്റെ മൾട്ടിപ്പിൾ അല്ലാത്തതാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും കൂട്ടുകാരെ? യെസ്, 51 അല്ലേ? ഏതാണ്? 51. Then Aisha bought 12 packets of bindis. If each packet has 9 bindis, what is the total number of bindi Aisha bought? ആയിഷ 12 പാക്കറ്റ് പൊട്ടുകൾ വാങ്ങിയല്ലേ? If each packet has 9 bindis, ഓരോ പാക്കറ്റിൽ എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം ഉണ്ട്. ഇനി വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബിന്ദീസ് ആയിഷ ബോട്ട്? അപ്പൊ ആയിഷ വാങ്ങിയിട്ടുള്ള ടോട്ടൽ ബിന്ദീസ് എത്രയാണെന്നല്ലേ? അതായത് 12 × 9 കണ്ടെത്തണം അല്ലേ? 12 × 9 എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? യെസ്, 108 കിട്ടും അല്ലേ? 108. Okay, then a school has 45 classrooms. Each class needs 10 marker pens. How many marker pens are needed total for all classrooms? എല്ലാ ക്ലാസ്സിലും കൂടി ആകെ എത്ര വേണ്ടി വരും? യെസ്, 45 × 10 അല്ലേ? എളുപ്പത്തിൽ നമുക്ക് എഴുതാം. 45 × 10 ഇങ്ങനത്തെ സംഖ്യകൾ വന്നാൽ എന്ത് ചെയ്താൽ മതി? ആൻസർ അതുപോലെ എഴുതി 45 എന്ന് എഴുതി. ഒരു 10 അല്ലേ 10ലുള്ളത്? ഒരു 0 കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിങ്ങനെ ഗുണിച്ച് നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അല്ലേ? 45 × 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 450. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് ഗ്ലാസ് കോസ്റ്റ് 5 rupees, ഹൗ മച്ച് ഡസ് ഡസൺ ക്ലാസ്സസ് കോസ്റ്റ് അല്ലേ? ഡസൺ നോക്കൂ, ഡസൺ ക്ലാസ്സസ് കോസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡസൺ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും കൂട്ടുകാരെ? അതെ, 12 ആണ് അല്ലേ? 12 എണ്ണത്തെയാണ് നമ്മളൊരു ഡസൺ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഇഫ് ഗ്ലാസ് കോസ്റ്റ് 5 rupees, ഹൗ മച്ച് ഡസൺ ഗ്ലാസ് കോസ്റ്റ് എത്രയായിരിക്കും? യെസ്, 12 × 5 അല്ലേ? 12 × 5 എത്രയാ നമുക്ക് കിട്ടുക? 60 rupees. എങ്ങനെയാ കിട്ടിയത്? 12 × 5. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 3 പ്രൈസ് ഗെയിം ആണ്. ഹൗ മെനി 100 rupee നോട്ട്സ് ആർ നീഡഡ് ടു മേക്ക് ടോട്ടൽ 5,000 rupees അല്ലെ? എത്ര 100 rupees നോട്ട്സ് വേണം 5,000 5000 രൂപയാകാൻ? എത്ര എണ്ണം വേണം? 5 എണ്ണല്ലേ? 100നെ 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 5000 കിട്ടില്ലേ? 100 × 5 5,000 കിട്ടും അല്ലേ? സോറി, 50 വേണം അല്ലേ? അതായത് 50 എണ്ണം വേണം. 100 × 5 500 അല്ലേ ആവുള്ളൂ? യെസ്, 100 × 50 വേണം അല്ലേ? ഓക്കെ, 100 × 50. അപ്പൊ ആൻസർ എത്രയാണ്? 5,000. അപ്പൊ എത്ര നോട്ട്സ് വേണം?
എത്ര എണ്ണം വേണം? യെസ് 50 അല്ലേ? 50 100 rupees notes are needed to make total 5000 rupees. അപ്പോൾ നമുക്ക് ഇവിടെ 50 എന്ന് എഴുതി കൊടുക്കാം. Then the price of one new mathematics textbook is 120 rupees. Riya buys 5 such books. How much money does she need to pay the total? എന്താ പറഞ്ഞിട്ടുള്ളത്? The price of one new mathematics textbooks is 120 rupees. 120 രൂപയാണ് അതൊരു മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിന്റെ വില എന്ന് പറയുന്നത്. Riya buys 5 such books. How much money does she need to pay in total? അങ്ങനെ റിയ എത്ര എണ്ണം വാങ്ങി? 5 എണ്ണം വാങ്ങി എന്നാ പറയുന്നത് അല്ലേ? അപ്പൊ ഇനി അവൾ ആകെ എത്ര രൂപ കൊടുക്കേണ്ടി വരും, ആവശ്യമായി വരും എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 120 എന്ത് ചെയ്യാം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ? 120 into 5. യെസ്, യെസ് 600 rupees അല്ലേ? അപ്പോൾ എത്രയാണ്? 600 rupees. ഓക്കെ, 600 rupees. Okay, the next question നോക്കാം. The price of a pen is double the price of a pencil. The price of notebook is double the price of pen. If one notebook costs 80 rupees, what is the price of the pen എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്താ കൂട്ടുകാരെ ക്വസ്റ്റ്യൻ? The price of a pen is double price of a pencil. ഒരു പെന്നിന്റെ വില എന്ന് പറയുന്നത് പെൻസിലിന്റെ വില ഡബിൾ ആണല്ലേ? The price of a notebook is double the price of a pen. ഒരു നോട്ട്ബുക്കിന്റെ വില എന്ന് പറയുന്നത് പെന്നിന്റെ വിലയുടെ ഇരട്ടിയാണ്. If one notebook cost 8 rupees, ഒരു നോട്ട്ബുക്കിന്റെ വില 80 rupees ആണെങ്കിൽ എന്തിന്റെ വില നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് പെൻ? പെന്നിന്റെ വില എത്രയാണെന്നല്ലേ? ഇരട്ടിയല്ലേ വില പറഞ്ഞിട്ടുള്ളത് പെന്നിന്റെ വില? യെസ്, ഡബിൾ ഓഫ്. യെസ്, ദ പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക് ഈസ് ഡബിൾ ദ പ്രൈസ് ഓഫ് എ പെൻ. അപ്പോൾ ഒരു പെന്നിന്റെ വിലയേക്കാൾ ഇരട്ടിയാണ് നോട്ട്ബുക്കിന്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പൊ എത്രയായിരിക്കും പ്രൈസ് ഓഫ് എ പെൻ എന്ന് പറയുന്നത്? ഈ 80യുടെ ഹാഫ് ആവില്ലേ? ഓക്കെ, എങ്ങനെയാണ് 80യുടെ ഹാഫ് ആവില്ലേ? യെസ്, നോക്കൂ, ദ പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക് ഈസ് ഡബിൾ ദ പ്രൈസ് ഓഫ് എ പെൻ. ഒരു പെന്നിന്റെ വിലയുടെ ഇരട്ടിയാണ് ഒരു നോട്ട്ബുക്കിന്റെ വില. അപ്പോൾ ഒരു നോട്ട്ബുക്കിന്റെ വില നമുക്ക് എത്ര നൽകിയിട്ടുണ്ട്? യെസ്, 80 rupees നൽകിയിട്ടുണ്ട്. അപ്പൊ പെന്നിന്റെ വില എത്രയായിരിക്കും? അതിന്റെ ഹാഫ് അല്ലേ, പകുതിയല്ലേ? യെസ്, 40 rupees. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദ പെൻസിൽ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? പെൻസിലിന്റെ വില എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ദ പ്രൈസ് ഓഫ് എ പെൻ ഈസ് ഡബിൾ ദ പ്രൈസ് ഓഫ് എ പെൻസിൽ. അപ്പോൾ ഒരു പെന്നിന്റെ വില പെന്നിന്റെ ഡബിൾ ആണല്ലേ പ്രൈസ് ഓഫ് എ പെൻസിൽ. പ്രൈസ് ഓഫ് എ പെൻസിൽ പെന്നിന്റെ വില എത്രയാണ് നമ്മൾ കണ്ടെത്തി? 40 ആണെന്ന് കണ്ടെത്തി അല്ലേ? അപ്പൊ പെൻസിലിന്റെ വില കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? യെസ്, ഇവിടെ നോക്കൂ, പ്രൈസ് ഓഫ് ദ പെൻസിൽ അല്ലേ ചോദിച്ചിട്ടുള്ളത്? അതിന്റെ ഹാഫ് കണ്ടെത്തിയാൽ മതി അല്ലേ? ദ പ്രൈസ് ഓഫ് എ പെൻ ഡബിൾ ദ പ്രൈസ് ഓഫ് എ പെൻസിൽ. ഒരു പെൻസിലിന്റെ വിലയേക്കാൾ ഡബിൾ ആണ് പെന്നിന്റെ വില. അപ്പൊ നമ്മളിവിടെ പെന്നിന്റെ വില 40 എന്ന് കണ്ടെത്തി. അപ്പൊ ഇനി പെൻസിലിന്റെ വില കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? പെന്നിന്റെ വിലയെ ഹാഫ് ആക്കിയാൽ മതി അല്ലേ? പെന്നിന്റെ വിലയെ ഹാഫ് ആക്കുമ്പോൾ പെൻസിലിന്റെ വില നമുക്ക് കണ്ടെത്താൻ കഴിയും അല്ലെ? അപ്പൊ പെന്നിന്റെ വില 40 ആണെങ്കിൽ പെൻസിലിന്റെ വില എത്രയായിരിക്കും? യെസ്, 20 ആയിരിക്കും അല്ലേ? ഒന്നുകൂടി നമുക്ക് പറഞ്ഞു നോക്കാം. എന്താണ്? ദ പ്രൈസ് ഓഫ് എ പെൻ ഈസ് ഡബിൾ ദ പ്രൈസ് ഓഫ് എ പെൻസിൽ. ഒരു പെൻസിലിന്റെ വിലയുടെ ഇരട്ടിയാണ് പെന്നിന്റെ വില അല്ലേ? ഒരു പ്രൈസ് ഓഫ് എ പെൻസിൽ, ഒരു പെൻസിലിന്റെ വിലയുടെ ഇരട്ടിയാണ് പെന്നിന്റെ വില. ദെൻ പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക് ഈസ് ഡബിൾ ദ പ്രൈസ് ഓഫ് എ പെൻ. ഒരു പെന്നിന്റെ വിലയുടെ ഡബിൾ ആണ് എന്ത്? നോട്ട്ബുക്കിന്റെ വില അല്ലേ? ഓക്കെ, അപ്പൊ ഇനി ഓരോന്നിന്റെയും പ്രൈസ് ആണ് നമ്മളിവിടെ കണ്ടെത്തിയത്. ഇഫ് വൺ നോട്ട്ബുക്ക് കോസ്റ്റ് 80 rupees, ഒരു നോട്ട്ബുക്കിന്റെ വില 80 രൂപയാണ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദ പെൻ? അപ്പൊ പെന്നിന്റെ വില എന്താകും? നോട്ട്ബുക്കിന്റെ വില ഇരട്ടി, നോട്ട്ബുക്കിന്റെ വില 80 ആവുമ്പോൾ പെന്നിന്റെ വില എത്രയാവണം? അതിന്റെ ഹാഫ് അല്ലേ വരിക? 40. ദെൻ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദ പെൻസിൽ? പെൻസിലിന്റെ വില നമുക്ക് എത്ര കിട്ടി? 20 എന്നും കിട്ടി അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മിൻഹ ഗോട്ട് 3005 rupees ആസ് എ പ്രൈസ്. മിൻഹയ്ക്ക് പ്രൈസ് ആയിട്ട് 3500 രൂപ കിട്ടി. ദ മണി വാസ് ഗിവൺ ടു ഹെർ 500 rupee notes. ദ മണി വാസ് ഗിവൺ ടു ഹെർ ഇൻ 500 rupee notes. ഹൗ മെനി 500 rupee notes ഡിഡ് ഷീ ഗെറ്റ്? അവൾക്ക് അപ്പോൾ 3500 രൂപ എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്? 500 രൂപയുടെ നോട്ട്സ് ആണല്ലേ? അപ്പൊ എത്ര 500 രൂപ നോട്ട്സ് ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര 500 രൂപ നോട്ട്സും അവൾക്ക് കിട്ടിയിട്ടുണ്ടാവുക?
എത്രയായിരിക്കും? 7 എണ്ണായിരിക്കും അല്ലേ? ഇത് സംഖ്യയെ അതായത് 500ന്റെ 7 നോട്ടുകളായിട്ടും കിട്ടിയിട്ടുണ്ടാവും അല്ലെ? നോക്കി നോക്കൂ, 500 × 7 നോക്കി നോക്കൂ, 500 യെസ് 7 നോട്ടുകളാണല്ലേ? 7 അതായത് 500 × 7 നമുക്ക് കിട്ടുമല്ലോ, 3500 കിട്ടുമല്ലോ. എത്ര നോട്ടുകളായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? 7 500 രൂപ നോട്ടുകളാണ് അല്ലെ? എത്രയാണ്? 7 500 രൂപ നോട്ടുകൾ അല്ലേ? 700 rupee 7 500 rupee notes. അപ്പം മിനിഹ ഗോട്ട് 7 500 rupees notes. ഓക്കെ, ദെൻ ലെറ്റ്സ് മെഷർ എന്നാണ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഗോപു ആൻഡ് അമ്മു ആർ മെഷറിങ് തിങ്സ് ഇൻ ദെയർ ഹൗസ്. ഗോപു അമ്മു എന്താണ്? അവരുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ അളക്കുകയാണ് അല്ലെ? അളവെടുക്കുകയാണ് അതിൻ്റെയൊക്കെ. വിച്ച് യൂണിറ്റ് ഈ ബെസ്റ്റ് ഫോർ മെഷറിങ് ദ ലെങ്ത് ഓഫ് സ്മോൾ പെൻസിൽ? കറക്റ്റ് വൺ ഏതായിരിക്കും? കിലോമീറ്റർ നൽകിയിട്ടുണ്ട്, മീറ്റർ നൽകിയിട്ടുണ്ട്, സെന്റിമീറ്റർ നൽകിയിട്ടുണ്ട്, മില്ലിമീറ്റർ നൽകിയിട്ടുണ്ട്. ഏതായിരിക്കും? സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ? സെന്റിമീറ്റർ ആണ്. നമ്മളിതൊക്കെ അളന്ന് നോക്കിയിട്ടുണ്ട് അല്ലെ? ക്ലാസ്സിലൊക്കെ ഇതുപോലെ അളന്ന് നോക്കിയിട്ടില്ല. അപ്പൊ നമ്മൾ ഏതാണ് സെന്റിമീറ്ററിൽ ഉപയോഗിച്ചിട്ടുള്ളത്? ഓക്കെ, ദെൻ ദ വിഡ്ത്ത് ഓഫ് എ നോട്ട്ബുക്ക് ഈസ് 25 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഇൻ മില്ലിമീറ്റർ? അപ്പൊ വിഡ്ത്ത് ഓഫ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 25 സെന്റിമീറ്റർ ആണ്. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് ദിസ് ലെങ്ത് ഇൻ മില്ലിമീറ്റേഴ്സ്. അതായത് 1 സെന്റിമീറ്റർ ആണ് 10 മില്ലിമീറ്റേഴ്സ്. നമുക്കെന്താ അറിയാം അല്ലെ? 1 സെന്റിമീറ്റർ ആണ് എന്ത്? 10 മില്ലിമീറ്റർ. അപ്പൊ 25 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയായി? അതായത് 25 × 10 250 മില്ലിമീറ്റേഴ്സ് ആയില്ലേ? എത്രയാണ്? 250 മില്ലിമീറ്റേഴ്സ്. 250 മില്ലിമീറ്റേഴ്സ് ആണ് വരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. ഗോപു ട്രാവൽ ഡിസ്റ്റൻസ് ഓഫ് 3 കിലോമീറ്റർ 500 മീറ്റർ ഇൻ എ ബസ് ടു റീച്ച് ഹിസ് ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. ഹൗ മെനി മീറ്റേഴ്സ് ഡിഡ് ഗോപു ട്രാവൽ ഇൻ ടോട്ടൽ? ഗോപു എത്ര ഡിസ്റ്റൻസ് ആണ്? 3 കിലോമീറ്റർ 500 മീറ്റർ ഇൻ ബസ് ടു റീച്ച് ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് അല്ലേ? ഹൗ മെനി മീറ്റേഴ്സ് ഡിഡ് ഗോപു ട്രാവൽ ഇൻ ടോട്ടൽ? ആകെ എത്ര മീറ്റേഴ്സ് ആയിരിക്കും? മീറ്ററിലാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അതായത് 3 കിലോമീറ്റർ 500 മീറ്റർ ആണ് അല്ലേ? അപ്പോൾ 300, അതായത് 3 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയായി? 3000 മീറ്റർ ആയല്ലേ? അപ്പൊ 3000 മീറ്റർ പ്ലസ് 500 മീറ്റർ, അപ്പൊ എത്രയായി? 3500 മീറ്റർ ആണ് അല്ലേ? അപ്പൊ ഗോപു ട്രാവൽ ചെയ്തിട്ടുണ്ടാവും എത്രയായിരിക്കും? 3500 മീറ്റർ. 3500 മീറ്റർ. Okay, then Ammu had a ribbon of 2 meter length. She used 85 centimeter if it to decorate a dress and 6 centimeter if it decorate gift box. How much ribbon is left over? ഇനി ബാക്കി എത്ര ഉണ്ടാവുകയാണെന്നല്ലേ? അപ്പൊ നമുക്കറിയാം അമ്മുവിന്റെ കയ്യിൽ എത്ര റിബണാണ്? 2 മീറ്റർ ലെങ്ത്തിലുള്ളതാണ് അല്ലേ? അതായത് 2 മീറ്റർ ലെങ്ത് എന്ന് പറയുമ്പോൾ then എന്ത് പറഞ്ഞിട്ടുണ്ട്? യൂസ്ഡ് 85 സെന്റിമീറ്റർ if to do decorate a dress and 60 സെന്റിമീറ്റർ if to decorate gift box. അപ്പൊ ടോട്ടൽ ലെങ്ത് ഓഫ് റിബൺ യൂസ്ഡ് ടു ഡെക്കറേറ്റ് എത്രയാണ്? യെസ് 85 സെന്റിമീറ്റർ. 85 സെന്റിമീറ്റർ പ്ലസ് 60 സെന്റിമീറ്റർ നമുക്ക് എത്ര കിട്ടും? യെസ് 145 സെന്റിമീറ്റർ അല്ലെ? 145 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? യെസ് 1 മീറ്റർ ആൻഡ് 45 സെന്റിമീറ്റർ എന്ന് എഴുതാം അല്ലെ? 1 മീറ്റർ 45 സെന്റിമീറ്റർ എന്ന് നമുക്ക് എഴുതാം. ദെൻ ദ റിമൈനിങ് ലെങ്ത് ഓഫ് ദ റിബൺ നമുക്ക് ഇനി എങ്ങനെ കണ്ടെത്താം? യെസ് 2 മീറ്റർ അല്ലേ റിബണിന്റെ നീളം എന്ന് പറയുന്നത്? 2 മീറ്റർ ലെങ്ത് അല്ലേ ഉള്ളത്? അപ്പൊ ആ 2 മീറ്ററിന് 1 മീറ്റർ 45 സെന്റിമീറ്റർ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക അല്ലേ? അപ്പൊ എത്രയാണ് നമുക്ക് കിട്ടുക? യെസ് 55 സെന്റിമീറ്റർ. ആൻസർ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 55 സെന്റിമീറ്റർ. 55 സെന്റിമീറ്റർ.